ഭാരതസഭയുടെ ആദ്യ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണജ്ഞാനം ദേവാലയത്തിൽ നവീകരിച്ച മദ്ബഹയുടെ കൂദാശ കർമ്മം പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. വിശുദ്ധ അൽഫോൻസാമയ്ക്ക് പാലാ രൂപത നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നവീകരിച്ച അൾത്താര എന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ഈ നവീകരണം ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ക്രിസ്തുവിനെ മാറ്റി മാനിക്കെയിൻ പാഷണ്ഡത കുരിശായ മാനിക്കെയിൻ കുരിശ് സ്ഥാപിക്കാനായിരുന്നു എന്ന് ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി. ക്രൂശിതനെ അവർക്ക് വേണ്ട, ക്ലാവർ കുരിശ് മതി. നവീകരണത്തിന് മുൻപ് മദ്ബഹയിൽ ഉണ്ടായിരുന്ന ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപം മദ്ബഹയിൽ നിന്ന് പുറത്ത് ഒരു സൈഡിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. ഇതിന് അവർ പറയുന്ന ന്യായീകരണം വിശ്വാസികൾക്ക് തൊട്ടുമുത്തുവാനും അടുത്തു വന്ന് നിൽക്കുവാനും വേണ്ടിയത്രേ. ദേവാലയത്തിലുണ്ടായിരുന്ന രൂപങ്ങളെല്ലാം അവർ മാറ്റി ഐക്കണുകൾ സ്ഥാപിച്ചു. ഓർത്തഡോക്സ് സഭയിൽ രൂപങ്ങൾ ഉപയോഗിക്കാറില്ല. എല്ലാ ദേവാലയങ്ങളിലും ഐക്കണുകൾ മാത്രമാണ് ഉപയോഗിക്കുക. അൽഫോൻസാമ വിശുദ്ധിയിലേക്ക് നടന്നെടുത്തത് ഒരിക്കലും മാർത്തോമ കുരിശ് പിടിച്ചുകൊണ്ടല്ല, ക്രൂശിത രൂപനെ പുണർന്നുകൊണ്ടും ക്രൂശിത രൂപം കയ്യിലേന്തിയുമാണ്. ഇപ്പോൾ ഭരണജ്ഞാനം വിശുദ്ധ അൽഫോൻസാമയുടെ കല്ലറ സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിൽ നടത്തിയ ഈ നവീകരണത്തെ, ഈ നടക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ഓർത്തഡോക്സൈസേഷൻ. കത്തോലിക്ക രീതിയിൽ നിന്നും ഓർത്തഡോക്സ് രീതിയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ കാണുന്നത്. നാളിതുവരെ അൽഫോൻസാമയുടെ കല്ലറയുടെ അൾത്താരയിൽ അൽഫോൻസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ രൂപങ്ങൾ ഉണ്ടായിരുന്നു, ഈശോയുള്ള കുരിശുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാവറും ഐക്കണുകളും മാത്രം. കുരിശിൽ ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട്, എന്നാൽ അത് രക്ഷയുടെ അടയാളമായത് അതിൽ ഈശോ മരിച്ചത് കൊണ്ടാണ്. ദൈവപുത്രൻ കുരിശിൽ കയറിയത് കൊണ്ടാണ്. അന്ധത ബാധിച്ചുകൊണ്ടിരിക്കുന്ന സഭാതലവന്മാരെ, നിങ്ങളോട് സഹതാപം മാത്രം. നിങ്ങൾ വിശ്വാസികൾക്ക് ക്രിസ്തുവിനെ അല്ല നൽകുന്നത്. ഫരിസേയർ ചെയ്തതുപോലെ കണിശമായ നിയമങ്ങളാണ്. ഇതൊരു പകർച്ചവ്യാധിയാണ്. വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. നന്ദി.